ജോർദാനിലെ പെട്ര എന്ന ചരിത്ര നഗരത്തിലേക്കുള്ള യാത്ര. മാർഗമധ്യേ ലിറ്റിൽ പെട്ര എന്ന ചെറുവിസ്മയം കണ്ട ശേഷം സായന്തന സൂര്യൻ നിറപ്പകർച്ച നൽകുന്ന മരുഭൂമിയിലൂടെ സഞ്ചാരം തുടരുകയാണ്. പാതയുടെ ഇരുവശവും വിചിത്ര രൂപത്തിൽ ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകൾ. സാൻഡ്സ്റ്റോണിന്റെ ചെറിയ മേരുക്കൾ തന്നെയാണത്. ഈ പ്രദേശങ്ങളിലൂടെയുള്ള യാത്ര അവിസ്മരണീയമാണ്. തണുത്ത കാറ്റ്, സായന്തന സൂര്യന്റെ ചെരിഞ്ഞ ഇളവയിൽ അത് പാറകൾക്ക് വ്യത്യസ്തമായ നിറങ്ങൾ നൽകുന്നു. പാറകളിൽ നോക്കിയിരുന്നാൽ പല പല രൂപങ്ങൾ നമ്മുടെ ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വരും. ചില മലകളുടെ താഴ്വാരത്ത് ബെതുക്കളുടെ ചെറുകുടിലുകൾ, പാറയിൽ തന്നെ കുത്തിയുണ്ടാക്കിയ പാർപ്പിടങ്ങൾ, അതിൻ്റെ പ്രവേശന കവാടങ്ങൾ, പ്രകൃതിയും മനുഷ്യനും ചേർന്ന് രൂപപ്പെടുത്തിയ അത്ഭുത കാഴ്ചകൾ. വിചിത്രവും അത്ഭുതകരവും തന്നെയാണ് മരുഭൂമിയുടെ ഈ ദൃശ്യങ്ങൾ. അറേബ്യൻ മണലാരണ്യം തന്നെയാണ് ഇതെല്ലാം. അതിൻ്റെ കുന്നുകളെയും താഴ്വരകളെയും കടന്ന് മനോഹരമായ പാത. അതിലൂടെ നല്ല വേഗത്തിൽ കുതിക്കുന്ന കാറിലിരിക്കുമ്പോൾ അഭൗമമായ ഏതോ ഒരിടത്തെത്തിയ തോന്നലാണ് എന്നിലുണ്ടാവുന്നത്. ഇത്തരമൊരു പ്രകൃതി നമുക്ക് അന്യമാണല്ലോ. ലഡാക്ക്, ലേ പ്രദേശത്ത് ചെന്നപ്പോൾ മാത്രമാണ് ഇന്ത്യയിൽ ഇങ്ങനെ മലകൾക്കിടയിലൂടെ അനന്തതയിലേക്ക് എന്നവണ്ണം നീണ്ടുകിടക്കുന്ന മരുഭൂക്കാഴ്ച എനിക്ക് കാണാനായിട്ടുള്ളത്. വരണ്ട മരുഭൂമിയിൽ അവിടവിടെ ഉയർന്നു നിൽക്കുന്ന കുന്നുകൾ, പാറക്കെട്ടുകൾ, കുന്നുകളുടെ ചെരുവിൽ ഗ്രാമങ്ങൾ. പച്ചപ്പിന്റെ കണിക പോലുമില്ലാത്ത, ജലസാന്നിധ്യമില്ലാത്ത ഈ പ്രദേശങ്ങളിലൊക്കെ എങ്ങനെ മനുഷ്യജീവിതം സാധ്യമാകുന്നു എന്ന് നാം അത്ഭുതപ്പെട്ടുപോകും. എയർ കണ്ടീഷൻഡ് കാറിനുള്ളിൽ ഈ കാഴ്ചകൾ കണ്ടുകൊണ്ട് എത്ര നേരം വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ ഞാൻ ഈ കാഴ്ചകൾ ആസ്വദിക്കുകയല്ലെന്ന് പ്രേക്ഷകർ അറിയണം. ക്യാമറയുടെ വ്യൂ ഫൈൻഡറിലൂടെ മാത്രമാണ് ഞാൻ ഈ കാഴ്ച കാണുന്നത്. ഷൂട്ടിങ്ങിൻ്റെ ഓരോ സാങ്കേതികത്വവും ശ്രദ്ധിച്ചുകൊണ്ടാണ് കാറിലിരിക്കുന്നത്. പ്രേക്ഷകർ ഈ കാഴ്ചകൾ ആസ്വദിക്കുന്നുണ്ടെങ്കിൽ ക്യാമറയുടെ ചെറിയ വ്യൂ ഫൈൻഡറിലൂടെയാണ് ഞാൻ വിശാലമായ മണൽക്കാടിനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹെയർപിൻ വളവുകളും കയറ്റിറക്കങ്ങളുമൊക്കെയുള്ള മലമ്പാതകൾ. ഈ യാത്രക്കിടയിൽ പല ഗ്രാമങ്ങൾ കടന്നു പോകുന്നുണ്ട്. എൻ്റെ ഡ്രൈവർ ഹാബിസിന് പോലും പേരറിയാത്ത പല ഗ്രാമങ്ങളുമുണ്ട്. ഈ ഗ്രാമങ്ങളിലൊക്കെ ഉള്ളവരുടെ ഇന്നത്തെ പ്രധാന ഉപജീവന മാർഗം പെട്രയുമായി ബന്ധപ്പെട്ട ടൂറിസം മേഖലയിലെ വിവിധ തൊഴിലുകളാണ്. ചില താഴ്വാരങ്ങളിൽ വിചിത്രവും ദുരൂഹവുമായ പാറക്കെട്ടുകളാണ് കാഴ്ചയിൽ. സാൻഡ്സ്റ്റോണാണ്. കുറച്ചൊക്കെ മൃദുലമെന്ന് പറയാവുന്ന പാറകൾ. പുതിയ കാലത്തെ കെട്ടിടങ്ങളോടുകൂടിയ ചെറുഗ്രാമങ്ങൾ കടന്നാണ് യാത്ര. സൈഹോൺ എന്ന ഗ്രാമമാണിത്. പുതിയ കെട്ടിടങ്ങളാണ് സൈഹോണിൽ കാണുന്നത്. അതിനൊരു കാരണമുണ്ട്. 1980കളിൽ മാത്രം നിലവിൽ വന്ന ഗ്രാമമാണിത്. പെട്രയിലെ ചരിത്ര സ്മാരകങ്ങളായ ഗുഹാവീടുകളിൽ 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യകാലം മുതൽ നൊമാഡിക് ബെദൂയിയൻ കുടുംബങ്ങൾ കുടിയേറി പാർത്തിരുന്നു. കൃഷിയും ആടുവളർത്തലുമൊക്കെയായി അവരവിടെ കഴിഞ്ഞു പോന്നു. പെട്ര ഒരു ചരിത്ര സ്മാരകവും ടൂറിസ്റ്റ് കേന്ദ്രവുമാക്കി മാറ്റുന്നതിന് അവിടെയുള്ള ബന്ധുക്കളെ ഒഴിവാക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ കുടിയിറക്കാൻ ചെന്ന ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ബന്ധുക്കൾ എതിരിട്ടു. വർഷങ്ങൾ നീണ്ട തർക്കത്തിനൊടുവിലാണ് പെട്രയിലെ ഗുഹകളിൽ നിന്നും ബെദു കുടുംബങ്ങളെ പുറത്തിറക്കാനായത്. അവർക്ക് വേണ്ടി പെട്രയുടെ ചുറ്റുഭാഗത്തായി 8ഓളം ഗ്രാമങ്ങൾ സ്ഥാപിക്കപ്പെട്ടു. അതിൽ ഏറ്റവും വലിയ ഗ്രാമമാണ് സൈഹോൺ. വലിയ ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയ പെട്രയെ ഉപജീവിച്ചാണ് ഈ ഗ്രാമവാസികളും കഴിയുന്നത്. ഗ്രാമത്തിന് പുറത്തും ബെതുക്കളുടെ ആട്ടിൻകൂടുകളും ഒട്ടകങ്ങളെയും ഒക്കെ കാണാം. പ്രാകൃതമായ മരുഭൂജീവിതം നയിക്കുന്ന ബെതുക്കളുടെ വിഹാര കേന്ദ്രങ്ങളാണ് ഈ മലഞ്ചെരുവുകളും മണൽക്കാടുമെല്ലാം. 10,000 വർഷങ്ങളായി ജനവാസമുണ്ടായിരുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം എന്നതാണ് കൗതുകകരമായ കാര്യം. തൻ്റെ ജനവുമായി മോശ വാഗ്ദത്ത ഭൂമിയിലേക്ക് നടന്നത് ഈ പ്രദേശത്തു കൂടിയാണെന്ന് കരുതപ്പെടുന്നു. ജലത്തിൻ്റെ ഒരു തുള്ളി പോലും കാണാനില്ലാത്ത ഈ മരുക്കാടുകളിൽ ജീവിതം കരുപ്പിടിപ്പിച്ച മനുഷ്യൻ്റെ അതിസാഹസികത അത്ഭുതാവഹം തന്നെ. മലകളുടെ താഴ്വാരത്തെ ചെറിയ നീരുറവകൾക്ക് ചുറ്റിലുമായാണ് അന്നൊക്കെ ഇവിടെ ജനവാസ കേന്ദ്രങ്ങൾ വികസിച്ചത്. ഒരിടത്ത് തന്നെ സ്ഥിരമായി വസിക്കുന്നവരായിരുന്നില്ല അക്കാലത്തെ ഗോത്രസമൂഹങ്ങൾ. അനുകൂലമായ കാലാവസ്ഥയും ആടുകൾക്കും ഒട്ടകങ്ങൾക്കും തീറ്റയും തേടി അവർ മരുഭൂമിയുടെ പരുക്കൻ യാഥാർത്ഥ്യത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടേയിരുന്നു.
വാദി മൂസ എന്ന പട്ടണത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. പെട്രയുമായി ഏറെ വ്യത്യസ്തമല്ല വാദി മൂസ. പെട്ര എന്ന ചരിത്ര നഗരത്തിന് പെട്ര എന്നു തന്നെയും അതിന് അനുബന്ധമായുള്ള ആധുനിക പട്ടണത്തെ വാദി മൂസ എന്നും പറയുന്നു. മോശയുടെ താഴ്വര എന്നാണ് വാദി മൂസ എന്ന വാക്കിനർത്ഥം. പട്ടണത്തിലേക്കെത്തുമ്പോൾ വലതുവശത്ത് അക്കാണുന്നതാണ് പെട്രയിലേക്കുള്ള പ്രവേശന കവാടം. പെട്രയുടെ ആധുനിക ഭാഗങ്ങളാണിത്. വാദി മൂസയും ചുറ്റുമുള്ള 18 ഗ്രാമങ്ങളും ഒരുമിച്ച് പെട്ര ഡിപ്പാർട്ട്മെന്റ് എന്നാണ് അറിയപ്പെടുന്നത്. പെട്രയിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെയാണ് ഈ പ്രദേശമൊക്കെ ഈ വിധം വികസിച്ചത്. 2006-ൽ ഞാനിവിടെ വന്നപ്പോൾ ഇത്രയും കെട്ടിടങ്ങളൊന്നും കണ്ടിരുന്നില്ല. ഇപ്പോൾ നിരവധിയായ ഹോട്ടലുകളും റിസോർട്ടുകളും ഈ പ്രദേശത്തുണ്ട്. പുതിയവയുടെ നിർമ്മാണം നടന്നുകൊണ്ടുമിരിക്കുന്നു. ലാ മെയ്സൺ എന്നൊരു ഹോട്ടലിലാണ് എനിക്ക് മുറി ബുക്ക് ചെയ്തിരിക്കുന്നത്. കാർ അതിനു മുന്നിലെത്തി. കാറിൽ നിന്ന് ഇറങ്ങും മുൻപ് ഹാബീസ് എനിക്കൊരു സമ്മാനം തന്നു. ടൂർ കമ്പനി എനിക്ക് തരാൻ ഏൽപ്പിച്ചതാണത്രേ. കുപ്പിയിൽ വർണ്ണമണൽ നിറച്ച മരുഭൂമിയിലെ ഒരു സുവനീർ. സന്തോഷ് എന്ന പേരും അതിൽ എഴുതിയിരിക്കുന്നു. ഞാനത് സന്തോഷപൂർവ്വം സ്വീകരിച്ചു. 2 ദിവസമായി എനിക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സേവനങ്ങൾ അത്ര പോരെന്ന് ടൂർ കമ്പനിക്ക് തന്നെ അറിയാം. അതിനാൽ എന്നെ ഒന്ന് പ്രീതിപ്പെടുത്താനാണ് ചെറിയ സമ്മാനം. ഹാബിസിന്റെ ഒരു ബന്ധുവീട് ഇവിടെയുണ്ട്. അവിടേക്കാണ് ഹാബിസ് പോകുന്നത്. ഞാൻ ഹോട്ടലിലേക്ക് നടന്നു. തരക്കേടില്ലാത്തൊരു ഹോട്ടലാണ് ലാ മെയ്സൺ. ഇവിടെ എനിക്കുള്ള മുറി നേരത്തെ തന്നെ ടൂർ കമ്പനി ബുക്ക് ചെയ്തതാണ്. അതിനുള്ള തുക അഡ്വാൻസായി ഞാൻ നൽകിയിട്ടുമുണ്ട്. റിസപ്ഷനിൽ ഒരു ചെറുപ്പക്കാരനുണ്ട്. അവൻ നല്ലൊരു ചിരിയോടെ സ്വാഗതം ചെയ്തു. നേരം 6:30 ആയിട്ടേ ഉള്ളൂ. ഏതായാലും ഞാൻ ചെക്ക് ഇൻ ചെയ്തു. ഇരുണ്ട നീളൻ ഇടനാഴി എനിക്ക് അനുവദിച്ചിരിക്കുന്ന മുറിയിലേക്ക് നടക്കുകയാണ്. ഹോട്ടലിൽ എവിടെയും AC ഇല്ലെന്നതാണ് ഇവിടെ ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. 218-ാം നമ്പർ മുറിയാണ് എൻ്റേത്. വലിപ്പമുള്ള നല്ല മുറിയാണ്. പക്ഷേ ഇതിനകത്തുമില്ല AC. ബാഗുകൾ മുറിയിൽ വെച്ച് പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങാൻ തീരുമാനിച്ചു. സായന്തനത്തിലെ വാദി മൂസയും പെട്ര പ്രദേശവും കാണണം. മലഞ്ചെരുവുകളിലെ വീടുകളിലും അപ്പാർട്ട്മെന്റുകളിലുമെല്ലാം വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. വാദി മൂസയും പെട്രയുമെല്ലാം ഇന്ന് അതിവേഗം വളരുന്ന പട്ടണങ്ങളാണ്. ഇവിടേക്കുള്ള ടൂറിസ്റ്റുകളുടെ ഒഴുക്ക് തന്നെയാണ് അതിനൊരു കാരണം. പക്ഷേ സന്ധ്യയ്ക്ക് തെരുവിലേക്കിറങ്ങുമ്പോൾ ഇവിടെ ജനത്തിരക്ക് കാണുന്നില്ലെന്നതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം. അപൂർവം ചില ടൂറിസ്റ്റുകളെ വഴികളിലുള്ളൂ. സുവനീർ കടകൾ തുറന്നിരിപ്പുണ്ട്. സഞ്ചാരികൾ വരുമെന്ന പ്രതീക്ഷയോടെ റെസ്റ്റോറന്റുകൾ. ജോർദാനിയൻ കരകൗശല വസ്തുക്കളും ആഭരണങ്ങളും മണൽ ചിത്രങ്ങളും വിൽക്കുന്ന കടകൾ. അവയുടെ മുന്നിലൂടെ ഞാൻ നടത്തം തുടരുകയാണ്. നേരം ഇരുട്ടും തോറും ഈ തെരുവുകളിലേക്ക് കൂടുതൽ സഞ്ചാരികൾ ഇറങ്ങി വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷേ നിരാശയായിരുന്നു ഫലം. 50ഓളം ടൂറിസ്റ്റുകൾ മാത്രമേ ഇന്ന് ആകെ പെട്ര നഗരത്തിന്റെ തെരുവുകളിലുള്ളൂ എന്ന് തോന്നി. ഗ്ലാസിൽ ചിത്രവേലകൾ ചെയ്ത മനോഹരമായ സുവനീറുകൾ ഒരു കടയിൽ. പെട്രയുടെ പൗരാണിക ഭാവത്തിന് ചേർന്ന രൂപഭാവമുള്ള റെസ്റ്റോറന്റുകൾ ഒരു വശത്ത്. ഓഫ് സീസൺ ആയതിനാലാവാം അധികം ടൂറിസ്റ്റുകളെ കാണാത്തത്. രാവിലെ അമ്മാൻ നഗരത്തിൽ നിന്നും പുറപ്പെട്ടെത്തി പകൽ മുഴുവൻ പെട്രയിൽ ചുറ്റിക്കറങ്ങി വൈകുന്നേരത്തോടെ അതേ ബസ്സിൽ കയറിപ്പോകുന്നവരാണ് പെട്ര സന്ദർശിക്കുന്നവരിൽ നല്ലൊരു ശതമാനവും. ബാലി ദ്വീപിൽ കണ്ടതുപോലെ സന്ധ്യാനേരത്ത് തെരുവുകളിൽ നിറഞ്ഞൊഴുകുന്ന ടൂറിസ്റ്റുകളെയാണ് ഞാൻ പെട്രയിലും പ്രതീക്ഷിച്ചിരുന്നത്. പരമ്പരാഗത ബെദൂയിൻ ഭക്ഷ്യവിഭവങ്ങൾ ലഭിക്കുന്ന റെസ്റ്റോറന്റുകളിലെല്ലാം വളരെ കുറച്ച് ആളുകളെയുള്ളൂ. വാദി മൂസ എന്ന ഈ പ്രദേശമൊക്കെ ഉണർന്നത് തന്നെ പെട്ര എന്ന അത്ഭുത നഗരത്തെ കണ്ടെത്തിയതിനു ശേഷമാണ്. പിന്നെ ജോർദാനിലെ ഏറ്റവും പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായി പെട്ര വളർന്നതോടെ വാദി മൂസ വലിയൊരു പട്ടണമായി മാറി. പട്ടണഭാഗങ്ങൾ ഇപ്പോൾ കുന്നിൻ ചെരുവുകളിലേക്കും വളർന്നിരിക്കുന്നു. വാദി മൂസയുടെ ജീവിത കാഴ്ചകൾ തേടിയിറങ്ങിയ എനിക്ക് നിരാശയാണ് ഫലം. അതിനാൽ തിരികെ ഹോട്ടലിലേക്ക് നടക്കുകയാണ്. മങ്ങിയ പ്രകാശവുമായി ലാ മെയ്സൺ ഹോട്ടൽ. ഹോട്ടലിലെ എൻ്റെ മുറിയിൽ നിന്നാലും താഴ്വാര കാഴ്ചകൾ കാണാം. കുന്നിൻ ചെരുവുകളിൽ വീടുകൾ, റോഡ്, അതിനിപ്പുറം ഹോട്ടലുകൾ.
ഞാൻ താമസിക്കുന്ന ഹോട്ടലിന്റെ തൊട്ടടുത്തു തന്നെയുള്ള മൂവൻപിക് ഹോട്ടലിന്റെ സ്വിമ്മിംഗ് പൂൾ, അതിന്റെ പരിസരം, ഇതൊക്കെയാണ് കാഴ്ച. ആ കാഴ്ചകളിൽ രാത്രി അവസാനിച്ചു. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995444222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പിറ്റേന്ന് രാവിലെ ഉണരുമ്പോഴും മൂവൻപിക് ഹോട്ടലിന്റെ പിൻഭാഗം തന്നെയാണ് ആദ്യ കാഴ്ച. പകൽ വെളിച്ചത്തിലെ വാദി മൂസയുടെ കാഴ്ചകൾ ഇതൊക്കെയാണ്. കെട്ടിടങ്ങൾ, ചെറിയ ഒലിവ് തോട്ടങ്ങൾ. ആ ദൃശ്യങ്ങളിൽ നിന്നും ഞാൻ എൻ്റെ ഡൈനിങ് ടേബിളിലേക്കാണ് ക്യാമറ തിരിച്ചത്. ജനാലയ്ക്കരികിലിട്ട ഒരു കസേരയിലിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഒരുങ്ങുകയാണ്. കുറേ പച്ചക്കറികൾ, ഒലിവ് ഉപ്പിലിട്ടത്, ചീസ്, ബീഫ് സ്ലൈസുകൾ, ബ്രെഡ്. ഇതാണ് പ്രഭാത ഭക്ഷണം. തൈര് കൊണ്ടുള്ള ഒരു വിഭവം, കടല അരച്ചുണ്ടാക്കിയ ചമ്മന്തി, കുബൂസ്, കേക്ക് എല്ലാമുണ്ട്. ഭക്ഷണം കഴിച്ച് പെട്ടെന്ന് തന്നെ പുറത്തേക്കിറങ്ങി. പാർക്കിങ്ങിൽ ധാരാളം വാഹനങ്ങൾ കിടപ്പുണ്ട്. ഇനി അല്പദൂരം നടക്കണം പെട്ര ആർക്കിയോളജിക്കൽ സൈറ്റിലേക്കെത്താൻ. ഇവിടെയൊക്കെ ഒരു പച്ചപ്പ് വരുത്താൻ വേണ്ടി സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയൊരു പട്ടണമായി വളർന്നുകൊണ്ടിരിക്കുന്ന പെട്രയും വാദി മ്യൂസിയമാണ് ഇന്നത്തെ കാഴ്ച. പക്ഷേ തെരുവ് രാവിലെ ഉണർന്നിട്ടില്ല. അധികം ടൂറിസ്റ്റുകളെയൊന്നും കാണുന്നുമില്ല. ഇതാണ് പെട്രയിലേക്കുള്ള എൻട്രൻസ്. രാവിലെ 7 മണിയായിട്ടേ ഉള്ളൂ. ഇത്ര നേരത്തെ ഇറങ്ങി പുറപ്പെട്ടതിന് ഒരു കാരണമുണ്ട്. ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് പെട്ര കണ്ട് തിരികെ എത്തണമെന്ന് ഡ്രൈവർ ഹാബിസ് പറഞ്ഞിരിക്കുന്നു. അയാൾ 12 മണിക്ക് വണ്ടിയുമായി പാർക്കിങ്ങിലെത്തും. 5 മണിക്കൂർ കൊണ്ട് പെട്ര നടന്നു തീർക്കുക എന്ന ദൗത്യമാണ് എൻ്റേത്. ഏതാണ്ട് 8 കിലോമീറ്ററോളം നടക്കാനുണ്ട്. ഈ വിസിറ്റേഴ്സ് സെൻ്ററെല്ലാം അടുത്ത കാലത്ത് പണിതതാണ്. ഏറ്റവും നൂതനമായ നിർമ്മാണം, തരക്കേടില്ലാത്ത സൗകര്യങ്ങൾ. ഒരു ഭാഗത്ത് സുവനീർ കടകൾ, മറ്റൊരു ഭാഗത്ത് ഗൈഡുകൾക്ക് വിശ്രമിക്കാനുള്ള സ്ഥലം. ഇതാണ് ടൂർ ഗൈഡുകളുടെ ഓഫീസ്. 5000 രൂപയാണ് ഒരു ടൂർ ഗൈഡ് പെട്രയിൽ അര ദിവസത്തിന് ഈടാക്കുന്ന ഫീസ്. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടെയും നമ്മൾ അത്ഭുതപ്പെടും. 50 ജോർദാനിയൻ ദിനാർ അഥവാ നമ്മുടെ 5000 രൂപയാണ് പ്രവേശന ഫീസ്. ലോകയാത്രയിൽ ഒരിടത്തും ഇത്രയും ഉയർന്ന ടിക്കറ്റ് നിരക്കുള്ള ഒരു പുരാസ്മാരകം ഞാൻ കണ്ടിട്ടില്ല. ടിക്കറ്റ് വാങ്ങി നടത്തം തുടരുകയാണ്. ഇവിടെയുമുണ്ട് ധാരാളം സുവനീർ ഷോപ്പുകൾ. പെട്രയിലൂടെ ജോർദാനിലെ ടൂറിസം വകുപ്പിന് ടിക്കറ്റ് വിൽപ്പനയിലൂടെ മാത്രം ഭീമമായ വരുമാനമുണ്ടാകുന്നുണ്ട്. വർഷം തോറും 8 മുതൽ 10 ലക്ഷം വരെ ആളുകളാണ് പെട്ര സന്ദർശിക്കുന്നതെന്ന് ഓർക്കണം. ഇനി പെട്ര വാലിയിലേക്കുള്ള നടത്തമാണ്. ചരിത്രം കടന്നുപോയ, ഇന്നും പൂർവ്വകാലത്തിന്റെ അവശിഷ്ടങ്ങൾ സ്പന്ദിക്കുന്ന ഒരു പ്രദേശത്തേക്ക്. ടിക്കറ്റ് എടുത്തിറങ്ങിയപ്പോൾ ഇവിടെ കൂടുതൽ ടൂറിസ്റ്റുകളെ കാണുന്നുണ്ട്. എവിടെ നിന്നാണെന്നറിയില്ല. നോക്കി നിൽക്കെ ടൂറിസ്റ്റുകൾ വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു സുവനീർ കടയുടെ മുന്നിൽ പോസ്റ്റിനു മേലെ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമന്റെ ഒരു ചിത്രമിരിക്കുന്നു. 52 വയസ്സ് കഴിഞ്ഞെങ്കിലും മുഖത്ത് കുട്ടിത്തം സ്ഫുരിക്കുന്ന രാജാവ്. ഇവിടെ എല്ലാ സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് ഓഫീസുകളിലുമൊക്കെ രാജാവിന്റെ ചിത്രമുണ്ടാവും. ഇതിവിടുത്തെ ഗസ്റ്റ് ഹൗസ് ഹോട്ടലാണ്, പെട്ര ഗസ്റ്റ് ഹൗസ് ഹോട്ടൽ. പണ്ട് ഞാൻ വന്നപ്പോൾ ഗുഹാസമാനമായ ഒരു റെസ്റ്റോറൻ്റാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒരു കുന്ന് ഇറങ്ങുകയാണ്. താഴെ ഇടതുഭാഗത്ത് കാണുന്നതാണ് ടിക്കറ്റ് പരിശോധിക്കുന്ന സ്ഥലം. ആളുകളെ ഈ വേലിക്കുള്ളിലൂടെയാണ് വിടുക. ടിക്കറ്റ് പരിശോധിക്കാനുള്ള സൗകര്യാർത്ഥമാണത്. ഇവിടെ നിന്നും പെട്ര ആർക്കിയോളജിക്കൽ പാർക്കിലെത്തി കാഴ്ചകൾ കണ്ട് തിരിച്ചെത്താൻ ഏകദേശം 8 കിലോമീറ്റർ നടക്കണം. അത്രയും ദൂരം നടക്കാൻ തയ്യാറായി തന്നെയാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. 2-3 കുപ്പി വെള്ളമൊക്കെ ബാഗിൽ കരുതിയിട്ടുണ്ട്. രാവിലെ 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂവെങ്കിലും വെയിൽ ചൂട് തുടങ്ങിക്കഴിഞ്ഞു. ഇനിയുള്ള 8 കിലോമീറ്റർ നടത്തത്തെപ്പറ്റി എനിക്ക് ആശങ്കയില്ലാതില്ല. താഴ്വാരത്തൊരിടത്ത് കുറേ വീടുകളും കുടിലുകളും കാണാം. കുതിരവണ്ടികളുടെയും സവാരി കുതിരകളുടെയും ഒരു സെന്ററാണിത്. വേണമെങ്കിൽ കുതിരപ്പുറത്ത് കയറി പെട്രയുടെ കാഴ്ചകളിലേക്ക് പോകാം. പക്ഷേ എനിക്കതിന് കഴിയില്ല. കുതിരപ്പുറത്തിരുന്ന് ചിത്രീകരണം അസാധ്യമാണെന്നത് തന്നെ കാരണം. കുതിരകളുടെയും കോവർ കഴുതകളുടെയും ലായങ്ങളും അവയുടെ മേൽനോട്ടക്കാരുടെ വീടുകളുമെല്ലാമാണ് ഇക്കാണുന്നത്.
പെട്ര ഒരു ആർക്കിയോളജിക്കൽ പാർക്കാക്കിയ സമയത്ത് അവിടെ നിന്നും കുടിയിറക്കപ്പെട്ട ബന്ധുക്കളാണ് ഈ കുതിരക്കാരിൽ കൂടുതലും. കുതിരകൾ ലായങ്ങളിൽ നിന്ന് ഇറങ്ങിത്തുടങ്ങുന്നതേയുള്ളൂ. പെട്രയുടെ അങ്ങേയറ്റം വരെ പോയി തിരികെ വരുന്നതിന് 20 ദിനാറാണ് ഇവർ ചോദിക്കുക. നമ്മുടെ 2000 രൂപ. മരുഭൂമിയിലൂടെ വെയിലേറ്റുള്ള ദീർഘമായ നടത്തം അത്ര സുഖകരമല്ലാത്തതിനാലും മറ്റു വാഹനങ്ങളൊന്നും ഇവിടെ ഇല്ലാത്തതിനാലും 2000 രൂപ നൽകി കുതിരയെ വാടകയ്ക്കെടുക്കുന്നത് നഷ്ടമൊന്നുമല്ല. പക്ഷേ എനിക്ക് ഇത്തരമൊരു സവാരി കൊണ്ട് പ്രയോജനവുമില്ല. കാഴ്ച കാണാൻ മാത്രമായിരുന്നെങ്കിൽ കുതിരപ്പുറത്തുള്ള യാത്ര രസകരമാണ്. ഓരോ ഷോട്ടും കുലുക്കമില്ലാതെ പൂർണ്ണതയോടെ ക്യാമറയിലാക്കണമെങ്കിൽ നിലത്ത് ചുവടുറപ്പിച്ചു തന്നെ അതെടുക്കണം. കുതിരപ്പുറത്ത് സഞ്ചരിച്ചുകൊണ്ട് അതൊരിക്കലും സാധ്യമാവില്ല. ഇതാ വേറെ ചിലർ വരുന്നു. ചില സിനിമകളിൽ കൊള്ളക്കാർ വരുന്നത് പോലുണ്ട്. ചൂടിൽ നിന്നും രക്ഷ നേടാൻ മുഖമുഖം മൂടിയാണ് വരവ്. പൊടിയും ചൂടുമാണ് പെട്ര സഞ്ചാരത്തിൽ ഇനി അനുഭവിക്കേണ്ടത്. ചുറ്റും പരുക്കൻ പാറകൾ ദയാരഹിതമായി നിൽക്കുന്നു. പുലർക്കാല വെയിലിൽ തന്നെ പാറകൾ ചുട്ടുപഴുത്തു തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് പെട്രയിലേക്കുള്ള വഴി. ടാറിടുകയോ ടൈൽ പാകുകയോ ചെയ്യാതെ അതിങ്ങനെ നിലനിർത്തുന്നത് സന്ദർശകർക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപത്തെ ഒരു ഫീൽ നൽകുന്നതിനു വേണ്ടി കൂടിയാണ്. പാതയെ തന്നെ രണ്ടാക്കി പകുത്തിട്ടുണ്ട്. ഇടതുഭാഗം കുതിരകൾക്കും കുതിരവണ്ടികൾക്കും പോകാനുള്ളതാണ്. വലതുവശം കാൽനടക്കാർക്കുള്ളതും. നടന്നു പോകുന്നവർക്ക് മേൽ കുതിര വന്നിടിക്കുന്നത് പതിവായപ്പോഴാണ് പാതയുടെ ഒരു ഭാഗം അല്പം താഴ്ത്തി കുതിരകളെ ആ വഴി വിടാൻ തുടങ്ങിയത്. പെട്രയിലെ ആദ്യ ചരിത്രാവശിഷ്ടങ്ങൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഇത്തരം കാഴ്ചകളുടെ ഘോഷയാത്ര തന്നെയായിരിക്കും. ജിൻ ബ്ലോക്സ് എന്ന ഗവേഷകർ പേരിട്ടിരിക്കുന്ന നിർമ്മിതികളാണ് ഇക്കാണുന്നത്. 19-20 നൂറ്റാണ്ടുകളിൽ ഇവിടെ വസിച്ചിരുന്ന ബന്ധുക്കൾ ഈ കൽ ബ്ലോക്കുകൾ ജിന്നുകളുടെ വാസസ്ഥാനമാണെന്ന് വിശ്വസിച്ചിരുന്നു. അതിനാലാണ് ഗവേഷകർ ഇതിന് ജിൻ ബ്ലോക്ക് എന്ന് പേരിട്ടത്. പഴയകാലത്തെ മൃതദേഹ സംസ്കാരത്തിനുള്ള അറകളായിരുന്നു ജിൻ ബ്ലോക്കുകൾ. പെട്രയിൽ ആകെ ഇത്തരം 25 ബ്ലോക്കുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. 2000 വർഷത്തെ പഴക്കമുണ്ട് ജിൻ ബ്ലോക്കുകൾക്ക്. പഴയകാലത്തിന്റെ സമ്പന്നമായ ചരിത്രം പുതുതലമുറയ്ക്ക് പറഞ്ഞുകൊടുക്കുന്നതിനായി ശിലാനിർമ്മിതികൾ അങ്ങനെ പരന്നു കിടക്കുകയാണ്. ഇതൊന്നുമല്ല, അത്ഭുതങ്ങളുടെ ഘോഷയാത്ര ആരംഭിക്കാനിരിക്കുന്നതേയുള്ളൂ. സാൻഡ്സ്റ്റോണിന്റെ മലകളായതിനാൽ ഇതിൽ ഗുഹകൾ നിർമ്മിക്കുന്നതും കൊത്തുപണികൾ നടത്തുന്നതുമൊക്കെ വളരെ എളുപ്പമായിരുന്നു. വഴിയിൽ പലയിടത്തും ടൂറിസ്റ്റുകളുടെ സംഘങ്ങളെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഓരോ ദിവസവും ഇങ്ങനെ ആയിരങ്ങളാണ് ഇവിടെ എത്തുന്നത്. അങ്ങനെ പോകുമ്പോൾ മലയുടെ ഓരത്ത് കുറേ ഗുഹകൾ കാണാം. ചിലതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പടിപ്പുരയിലേക്കെന്നോണം കൊത്തുപണികളൊക്കെ നടത്തിയിരിക്കുന്നു. ഇവയിൽ പലതും പുരാതന കാലത്ത് ശവസംസ്കാരം നടത്തിയിരുന്ന ടൂമ്പുകളാണ്. ബാബ് എൽ സിക് എന്ന പ്രദേശത്തേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഗേറ്റ് ടു ദ സിക് എന്ന ഭാഷാന്തരം. ഇവിടെ സമീപത്തുള്ള മലകളിലെല്ലാം കാണുന്നത് ടൂമ്പുകൾ തന്നെയാണ്. ഓരോ മലയിലുമുണ്ട് പൊത്തുകൾ. പെട്രയിൽ നാം കാണുന്ന കച്ചവടക്കാരും കുതിരക്കാരും പ്രച്ഛന്നവേഷധാരികളും കാവൽക്കാരുമെല്ലാം ബന്ധുക്കളാണ്. പെട്രയിൽ നിന്നും കുടിയിറക്കപ്പെട്ട ബന്ധുക്കൾക്ക് ഗവൺമെന്റ് നൽകി വരുന്ന പരിഗണനയാണത്. ഈ പ്രദേശത്ത് തൊഴിലിൽ അവർക്ക് പ്രത്യേക അവകാശങ്ങൾ തന്നെയുണ്ട്. ഇവിടെ ഇങ്ങനെ വിശേഷപ്പെട്ട ഒരു ടൂമ്പുണ്ട്. താഴെ 3 ഗുഹകളും മുകളിലെ ഗുഹയ്ക്ക് മേലെ 4 പിരമിഡുകളും കാണുന്നു. ഒബലിസ്ക് ടൂംബ് എന്നാണ് മുകളിലെ പിരമിഡുകളോടുകൂടിയ ഭാഗം അറിയപ്പെടുന്നത്. താഴെയുള്ള ഗുഹാത്രയം ബാബൽ സിക് ട്രൈക്ലീനിയം എന്നും. AD 25-നും 75-നും ഇടയിലുള്ള നിർമ്മിതികളാണിത്. താഴെയുള്ള ഗുഹകളിൽ ശവസംസ്കാരത്തിനുള്ള അറകൾക്കൊപ്പം ഒരു ഡൈനിങ് ഹാളും ഉണ്ടായിരുന്നു. മൃതദേഹം സംസ്കരിച്ച ശേഷം അവിടെ വെച്ച് സദ്യ നടത്തിയിരുന്നതായും ആ സദ്യയിൽ ധാരാളം വൈൻ വിളമ്പിയിരുന്നതായും ചരിത്രം. രോഗികളായി മരിച്ചവരുടെ ടൂമ്പിന് മേലെയാണ് നബാത്തിയന്മാർ 4 പിരമിഡുകൾ സ്ഥാപിച്ചിരുന്നത്. നെഫെഷ് എന്ന അടയാളമാണത്. അഡ്മാങ്കു എന്ന ആളാണ് ഒബലിസ്ക് ടൂമ്പും ബാബ് അൽ ട്രൈക്ലീനിയവും സ്ഥാപിച്ചതെന്ന് അതിൻ്റെ മതിലുകളിലെ ലിഖിതങ്ങളിൽ നിന്നും ഗവേഷകർ വായിച്ചെടുത്തിട്ടുണ്ട്. അത് കടന്ന് വീണ്ടും നടത്തം തുടരുകയാണ്. 2000 വർഷം മുൻപ് ഏറെ ആളുകൾ വസിച്ചിരുന്ന ഒരു പ്രദേശമായിരുന്നു ഇതെല്ലാം. അറേബ്യയുടെ പല ഭാഗത്തു നിന്നും ഒട്ടകപ്പുറത്ത് ഉൽപ്പന്നങ്ങളുമായി വണിക്കുകൾ നടന്നിരുന്ന വഴികൾ. വാദി അൽ മുദ്ലിം എന്നാണ് ഈ ഭാഗം അറിയപ്പെടുന്നത്. പഴയകാലത്ത് ജലം കുത്തിയൊഴുകിയിരുന്ന ഒരിടമാണ് വാദി അൽ മുദ്ലിം. ഇവിടെ ഒഴുകി നിറയുന്ന ജലം
പെട്രയുടെ പ്രധാന ഭാഗത്തേക്ക് കനാലിലൂടെയും ടണലുകളിലൂടെയും കൊണ്ടുപോയിരുന്നു. BC 1-ാം നൂറ്റാണ്ടിലാണ് വാദി അൽ മുദ്ലിമിൽ നിന്നുള്ള ജലനിർഗമന ടണലുകളുടെ നിർമ്മാണം നടന്നത്. ഇവിടെ ഒരു ടണൽ കാണാം. BC 1-ാം നൂറ്റാണ്ടിൽ നബാത്തിയന്മാർ ഈ പ്രദേശത്ത് വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ അപ്രതീക്ഷിതമായുണ്ടാവുന്ന വെള്ളപ്പൊക്കം ഒരു പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് എഞ്ചിനീയറിംഗ് വിസ്മയമെന്ന് വിശേഷിപ്പിക്കാവുന്ന ടണലുകൾ നിർമ്മിക്കുന്നത്. ടൂർ സംഘങ്ങൾക്ക് പെട്രയുടെ ചരിത്രം വിവരിച്ചു കൊടുക്കുകയാണ് പ്രാദേശികരായ ഗൈഡുകൾ. ഇവിടെ നിന്നും സിക് എന്നറിയപ്പെടുന്ന ഇടുങ്ങിയ പർവ്വതപാത തുടങ്ങുകയായി. ഇനിയാണ് പെട്രയുടെ യഥാർത്ഥ കാഴ്ചകളിലേക്ക് കടക്കുന്നത്.